ഈ വോയിസ് ഒന്ന് കംപ്ലീറ്റ് കേൾക്കണേ. നമുക്ക് വേണ്ടപ്പെട്ടവരോ ബന്ധപ്പെട്ടവരോ ഏതെങ്കിലും ട്രാപ്പ് കുടുങ്ങുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമത മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് ഇടയിൽ സംഭവിച്ച, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യമാണ്. ഡയറക്റ്റ് അനുഭവിച്ച കാര്യമാണ് ഞങ്ങൾക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഋഷി കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ നിന്ന് ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങി. പിന്നെ മൂപ്പർ അപ്രത്യക്ഷമായി, എവിടെയെന്നുള്ളൊരു വിവരമില്ല. അങ്ങനെ അവസാനം അന്വേഷിച്ചപ്പോഴാണ് കിട്ടിയത് ദുബായ് ജയിലിലാണുള്ളത്. അപ്പൊ ദുബായ് ജയിലിൽ മൂപ്പർ എങ്ങനെ എത്തിപ്പെട്ടു? മൂപ്പർ ഒരു കുറ്റം ചെയ്യുന്ന ആളോ ഒരു മോശം അവസ്ഥയുള്ള ഒരു വ്യക്തിയോ മോശം ശീലമുള്ള വ്യക്തിയോ ഒന്നുമില്ല. പിന്നെ എങ്ങനെ ദുബായ് ജയിലിലാകപ്പെട്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങളെ വിളിച്ച് നമ്മളൊരു പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ആളുണ്ടായിരുന്നു, അവരെ വിളിച്ച് സ്റ്റേഷനിൽ എൻക്വയറി ചെയ്ത് താൽക്കാലികമായിട്ട് മൂപ്പർക്ക് ജാമ്യം എടുത്തു. മറ്റേ കേസ് വാദം ഈ മാസം എൻഡോടെയാണ് നടക്കുക. മൂപ്പർ ഒരു വലിയ ശതമാനം ആജീവനാന്ത ഇവിടുത്തെ ജയിലിലാണ് ഉണ്ടാവും. അതിന്റെ എന്താ സംഭവിച്ചെന്നുള്ള അതിന്റെ പിക്ചറിലേക്ക് വരും. ജാമ്യം എടുത്തിട്ട് എന്നിട്ട് കേസ് ഡയറിയൊക്കെ വായിക്കുമ്പോഴാണ് മനസ്സിലായത് മൂപ്പർ യു എയിൽ ഏറ്റവും വലിയ ക്രിമിനൽ ആയിരുന്നു പോലും. എങ്ങനെ സാമ്പത്തിക തട്ടിപ്പിൽ ഏറ്റവും വലിയ ക്രിമിനൽ ആയിട്ടാണ് ഇവിടെ റെക്കോർഡ്സിലുള്ളത്. കാരണം പല ആളുകൾ നമ്മൾ ഓൺലൈൻ തട്ടിപ്പിൽ പൈസ തട്ടിയെടുക്കൂലേ പല ആളെ ബാങ്കിൽ നിന്നും, അങ്ങനെ തട്ടിപ്പുള്ള കണ്ണിയാണ് എന്നാ പറയുന്നത്. ഇയാൾക്കൊന്നും അറിയില്ല ഇയാൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇയാളൊരു പാവായിരുന്നു, കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യമെല്ലാം. അപ്പോൾ ഇപ്പോൾ പലയിടത്തും ഇങ്ങനെ കാണാറുണ്ട്, പല വീട്ടമ്മമാർ മറ്റു പെട്ടുപോകുന്ന സാഹചര്യം കാണാറുണ്ട്. നാട്ടിലായാലും വീടിയായാലും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് വെറുതെ ജോലി ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഒരുപാട് പഠനമൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നതായിരിക്കും. എനിക്കൊരു ജോലിയൊന്നുമില്ല, എന്തെങ്കിലും ഒരു ജോലി എന്നാ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചാടിക്കറി ലിങ്കിൽ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ അവർ പറയുന്ന പ്രകാരം ചെയ്യും. അപ്പൊ അതേപോലെ ഒരു സംഭവം സംഭവിച്ചാണ്. 30 സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റിംഗ് കമ്പനിയാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്, നിങ്ങൾക്ക് ഒരു പണിയും ഇതിലില്ല, നിങ്ങളെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ വരും, നിങ്ങൾ അത് തിരിച്ചിട്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നാണ്. മൂപ്പര് ഇത് ആരോടും പറഞ്ഞില്ല, അതിന് ഇത്ര പൈസയും തരുമെന്നാണ്. ഇത്ര പൈസക്ക് ഒരു 100 ദിർഹം 200 ദിർഹംസ് തരുമെന്നാണ്. മൂപ്പര് പൈസ കിട്ടുന്ന കാര്യമില്ല, ആരോടും മൂപ്പര് പറഞ്ഞില്ല. മൂപ്പര് കഴിഞ്ഞ ഏപ്രിൽ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അതിന്റെ കമ്മീഷൻ മൂപ്പർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു. ഒന്നുമില്ല, മൂപ്പർക്ക് പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല. മൂപ്പർക്ക് ADCB ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ട്, ആ ബാങ്കിൽ നിന്ന് മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ആ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. മൂപ്പർക്ക് നഷ്ടമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. മൂപ്പറ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പൈസ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നത് പോലെ മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. മൂപ്പർക്ക് അതിന്റെ ഭവിഷ്യത്ത് തിരിഞ്ഞിക്കില്ല, ഒന്നും തിരിഞ്ഞിക്കില്ല. ഒരു ജോലിയാണ്, ഓൺലൈൻ ജോലിയാണ് അവർ പറഞ്ഞത്. ഇൻവെസ്റ്റിംഗ് കമ്പനി ആകുമ്പോൾ ഫണ്ട് വരും, പല ബൈക്കിന് ഫണ്ട് വരും, അതിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മൂപ്പർ അത്രത്തോളം ആലോചിച്ചിട്ടില്ല, പൈസ കിട്ടുന്ന കാര്യമല്ലേ, പെട്ടെന്ന് ആലോചിക്കില്ല. മനുഷ്യൻ അങ്ങനെയാണല്ലോ. ഇപ്പം പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു പൈസ കിട്ടുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ പൈസ കിട്ടുമ്പോൾ ആ ബൈക്ക് പോകാനോ. സംഭവിച്ചു നോക്കുമ്പോ പിന്നെ ഈ മൂപ്പർ നാട്ടിൽ പോകുന്ന സമയത്ത് വിഷയമില്ല, തിരിച്ചു വരുമ്പോഴാണ് ഈ കേസ് വന്നത്. ഇതെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തട്ടിപ്പ് സംഘമായിരുന്നു. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പല ബാങ്കിൽ നിന്നും നമ്മളിപ്പോൾ OTP ഉപയോഗിച്ച് നാട്ടിൽ നിന്ന് പൈസ തട്ടുന്നില്ലേ ടീം, അതേപോലെ ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ തട്ടിയിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ഇവനിക്ക് മനസ്സിലായിട്ടില്ല. ഇവന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവനോട് പറയും അതിന്റെ ഒരു കമ്മീഷൻ കഴിച്ചിട്ട് ബാക്കി പൈസ പുറത്തുള്ള ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ഡിജിറ്റൽ കറൻസിയാണ്. ആ കറൻസിയിലേക്ക് അതിന് തലയും പാലും ഉണ്ടാവില്ല, അതിന്റെ ഓണർ ആരാന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് അത് ക്രിപ്റ്റോ കറൻസി പോലത്തെ അക്കൗണ്ടാണത്. അപ്പൊ ഇവനങ്ങനെ ചെയ്യും, ഇവനിക്ക് കമ്മീഷൻ കിട്ടി. ഇവൻ നല്ല സുഖസുന്ദരമായിട്ട് 2-2.5 മാസം പോയി. വീടിന് പൈസ നഷ്ടപ്പെട്ട ആളുകൾ കേസ് കൊടുത്തപ്പോഴാണ് ഇവനിക്ക് മനസ്സിലായത് ഇത് ഇൻവെസ്റ്റിംഗ് കമ്പനി ഒന്നല്ല, വേറെ ആളെ അക്കൗണ്ടിൽ നിന്ന് പൈസ തട്ടിയിട്ട് ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇവിടുന്ന് പോലീസ് അന്വേഷിക്കും ആരെ അക്കൗണ്ടിലേക്ക് പൈസ വന്നത്, ഈ വ്യക്തിന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നത്. അപ്പൊ കള്ളൻ ആരാ? ഇവനാ കള്ളൻ. എത്രയോ ആളുകളുടെ ബാങ്കിൽ പൈസ തട്ടിയ, ലക്ഷങ്ങൾ തട്ടിയ കൊടും ക്രിമിനലായ കള്ളനായിട്ട് ഇവൻ മാറി. ഇവനിക്കാണെങ്കിൽ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല, ഇവനങ്ങ് ട്രാൻസ്ഫർ. ഇവനത് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു കേസിന് തന്നെ 100 കണക്കിന് കേസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ 1000-കണക്കിന് 10,000-കണക്കിന് ആളെ ദുബായ് ജയിലിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് ഇതുപോലെ തട്ടിപ്പ് സംഘങ്ങൾ കുടുങ്ങി. ഒന്നും അറിയില്ല, പെട്ടെന്ന് എന്തെങ്കിലും ലിങ്ക് കണ്ട് അതിൽ കയറി ക്ലിക്ക് ചെയ്യും, എന്തെങ്കിലും ഫ്രീ ആയിട്ട് ജോലി വീട്ടിലിരുന്നോണ്ട് ജോലി ചെയ്യാൻ തന്നെ അതിൽ കയറി ക്ലിക്ക്. ഇപ്പൊ ഒരുപാട് ആൾ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട് പല തട്ടിപ്പിലും. കാരണം വെച്ചാൽ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടേണ്ടെന്ന് ചോദിച്ചാൽ കണ്ട യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിൽ ഏത് ലിങ്ക് കണ്ടാലോ ഇത് കണ്ടാൽ പാഞ്ഞതിലേക്ക് കാര്യം, എന്നിട്ട് അവർ പറയുന്ന പോലെ ചെയ്യും. അവർ പല മോഡൽ തട്ടിപ്പ് ആവിഷ്കരിക്കും. അപ്പൊ അതിലൊരു തട്ടിപ്പായിരുന്നു. ഇവനെ പെട്ടുപോയി. ഞാൻ ഇപ്പോഴും അവനോട് സംസാരിച്ച് വെച്ചിട്ടാണ് 1 മണിക്കൂർ. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേസിന് ബാധിക്കും, എനിക്ക് എന്താക്കില്ല, വക്കീലിനെ വെക്കാൻ വേണ്ടി അവന്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അവനെ ജയിലിൽ തന്നെ. എന്ത് വക്കീൽ? കേസ് ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുക. എനിക്ക് ആകെ ചെറിയ പൈസ കൊടുക്കുക.
എത്രയോ ആളുകളുടെ കേസ് 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരാളുകൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ പോയെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിന്റെ ഓണറെ പിടിക്കുക. ഇവനാണ് അക്കൗണ്ടിന്റെ ഓണർ, ഇവന്റെ അക്കൗണ്ടിൽ ഇപ്പം വേറെ അക്കൗണ്ടിലേക്ക് പൈസ, അതിന് തലയും പാലും ഇല്ലാതെ അക്കൗണ്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരൊറ്റ കുട്ടി, ഇത് നമ്മൾ ഡയറക്റ്റ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരിപ്പോ കാലാകാലം ജയിലിൽ കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയാണ് വരും. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. ഗൾഫ് രാജ്യത്ത് ഒരിക്കലും അംഗീകരിക്കാതെ, പിന്നെ ഒരിക്കലും ഒരു ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഇത്തരം കേസുകളും മയക്കുമരുന്ന് പോലത്തെ കേസുകളെല്ലാം. അപ്പൊ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ലിങ്ക് പോലും ഒരാള് നമുക്ക് ഓൺലൈൻ, ഇപ്പൊ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും പെട്ടുപോകുന്ന സംഗതിയാണ്. ഓൺലൈനിലൂടെ വരും, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടും, നിങ്ങൾക്ക് ഇത്തിരി പണി ഉണ്ടാവും, നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി, നിങ്ങൾക്ക് വീട്ടിൽ വരുമാനം കിട്ടും. കറക്റ്റ് വരുമാനം തരും. പക്ഷെ 1-2 മാസം കഴിയുമ്പോൾ ട്രാപ്പ് മനസ്സിലാവുക, ഒരാൾക്ക് രക്ഷപ്പെടുത്താനാവില്ല, കുടുങ്ങിയ തന്നെയാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പല ആളും എന്ത് ലിങ്ക്, എന്ത് സമീപനം ചെയ്തു കഴിഞ്ഞാൽ അപ്പം ബ്ലോക്ക് ചെയ്താലേ നമുക്ക് അങ്ങനെയുള്ള ഒരു പൈസ വേണ്ട. ആര് എന്ത് പ്രകോപനമായിട്ട് വന്നാൽ, OTP വന്നാൽ, ഒരു സംഗതിക്ക് വന്നാലും നിൽക്കരുത്. ഇപ്പൊ ഡയറക്റ്റ് അനുഭവിച്ചിട്ട് അവന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇപ്പൊ വോയിസ് ഇടുന്നത്. ഇപ്പൊ സംഭവിച്ചു കൊടുക്കും. ഞാനിപ്പോ 1 മണിക്കൂർ മുമ്പ് അത് മൂപ്പറെ വിളിച്ച് സംസാരിച്ചു നോക്കുമ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ആരോട് പറയാ, എവിടെ പറയാ? അവൻ കൊടും ക്രിമിനലായി മാറിക്കഴിഞ്ഞു ഇവിടെ. അതായത് സാമ്പത്തിക തട്ടിപ്പിൽ കൊടും ക്രിമിനൽ. എത്രയോ ആളുകളുടെ, ഇവിടുത്തെ സ്വദേശികളുടെയും വിദേശികളുടെ പണം തട്ടിയെടുക്കുന്ന കൊടും ക്രിമിനൽ. കാരണം ഇവന്റെ അക്കൗണ്ടിലാണല്ലോ പൈസ വരുന്നത്. പിന്നെ ഇവന്റെ അക്കൗണ്ട് നേടെ പോയി എന്നുള്ളതല്ല, ഇവന്റെ അക്കൗണ്ട് പിന്നെ ഇവൻ ഡിജിറ്റൽ കറൻസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് തലയും പാലും ഉണ്ട്, അതിന് ഓർഡർ ഉണ്ടാവില്ല, ആളെ പിടിക്കാനാവില്ല, പുറം രാജ്യങ്ങളിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയധികം സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയെന്ന് കേസാങ്കിൽ ഓക്കെ, നമ്മളെ അക്കൗണ്ടിലുള്ള പൈസയല്ല, അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. ഇത് അതല്ല, മറ്റുള്ള എല്ലാത്തിനും നമ്മൾ സമാധാനം പറയേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ ഈ വോയിസ് കേൾക്കുമ്പോഴായിരിക്കും ഇത് നമുക്ക് ബാധിക്കുന്നില്ല, ഇത് ഞാൻ ചെയ്യുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മളെ മക്കൾ ചിലപ്പോൾ ഇതിൽ പെട്ടു, നമ്മളെ മോള് പെട്ടു, നമ്മളെ ബ്രദർ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുക, വെറുതെ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് പണം സമ്പാദിക്കുക എന്നാലും ചിരിക്കുന്ന ആളുകളാണ് കൂടുതൽ. അതുകൊണ്ടാണ് 10,000 കേസായിട്ടുള്ളത് ദുബായിൽ. ഇപ്പോൾ 10,000 ആൾ അവിടെ കെട്ടിക്കിടക്കുന്ന ഇവിടെ. അവസാനം ജീവിതവും ഇല്ല, ജോലിയും ഇല്ല, പൈസയില്ല, ഒന്നുമില്ലാതെ നരകയാതന അനുഭവിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നു.